യുദ്ധം കഴിഞ്ഞിട്ടില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ന്യൂഡൽഹിയിൽ വീണ്ടും സർക്കാരിനും പിണറായി വിജയനുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗവർണർ പറയുന്നത് കേരളത്തിലെ ക്രമസമാധാന നില അമ്പേ തകർന്നിരിക്കുന്നു. സർക്കാർ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നു. എന്താണ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം? നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം വളരെ സങ്കീർണമായാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കേന്ദ്രം സ്വാഭാവികമായിട്ടും BJP ഭരിക്കുന്ന സമയത്ത് BJPയുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ രീതികൾ അവർ സ്വാഭാവികമായിട്ട് എല്ലാ സംസ്ഥാനത്തും അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരവരുടെ പ്രതിനിധികളെ പറഞ്ഞേക്കുന്നത്. അതവരുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് അതിൽ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയം സ്വീകരിക്കുന്നതായിട്ടുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ പാർട്ടികൾ എടുക്കേണ്ട സമീപനം അത് പാളിപ്പോയി കഴിഞ്ഞാൽ യുദ്ധം വളരെ സങ്കീർണമായി തീരുകയും അതിൻ്റെ പരിക്കെന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് തന്നെയായിരിക്കും കൂടുതൽ ഏൽക്കുക. കാരണം നമ്മുടെ ഭരണഘടനയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ക്വാസി ഫെഡറൽ സംവിധാനമാണ്. ക്വാസി ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ അർദ്ധ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്യന്തികമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായ, ഒരു തർക്കം ഉണ്ടായ ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത് യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കും. എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ആത്യന്തികമായിട്ടുള്ള അവസാനത്തെ അധികാരവും വാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഒരു സംസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് യുദ്ധത്തിന് പോകാനായിട്ട് പാടുള്ളൂ. ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഗവർണറുടേതായിട്ടുള്ള അധികാരവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നതിനൊക്കപ്പുറം രാഷ്ട്രീയം കളിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ രാഷ്ട്രീയം കളിക്കുന്ന ഒരു ഗവർണറിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന മുഖ്യമന്ത്രിയും അപകടത്തിലാണ്. നവകേരള യാത്ര ഇന്ന് സമാപിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാളെ ഒരു ദിവസം കഴിഞ്ഞ 35 ദിവസമായി നടന്ന ഈ യാത്ര എങ്ങനെയിരുന്നു എന്ന് വിശകലനം ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു പരിപാടി, പൊളിറ്റിക്കൽ പരിപാടി നടപ്പാക്കുമ്പോൾ പല കുഴപ്പങ്ങളും വരും. പക്ഷേ അതിൻ്റെ വിമർശനങ്ങൾ, അതിന് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ കണക്കിലെടുത്ത് റെക്ടിഫൈ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയല്ല. ഇക്കുറി സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ആക്ഷേപങ്ങളുണ്ടായി. ആക്ഷേപങ്ങൾ അങ്ങനെ തുടരട്ടെ, അക്രമങ്ങൾ ആണെങ്കിൽ അക്രമങ്ങൾ തുടരട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നലെ ചാലക്കുടിയിലുണ്ടായ സംഭവം, പോലീസുകാരിരിക്കെ ഒരു പോലീസ് ജീപ്പ് DYFIക്കാർ ആക്രമിക്കുന്നു, അതിന് ചില്ലടിച്ച് തകർക്കുന്നു, അതിൻ്റെ മീതെ കയറി നിൽക്കുന്നു. അതിന് കാരണം ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് DYFI പ്രവർത്തകർക്കെതിരെ പെറ്റിയടിച്ചു. ഭരണകക്ഷിയുടെ ആളുകൾ തന്നെ ഭരണകക്ഷിയുടെ ആയുധമായ പോലീസിനെ തച്ച് തകർക്കുന്നു, പോലീസ് ജീപ്പ് തകർക്കുന്നു. നമ്മളിതൊക്കെ നോർത്ത് ഇന്ത്യയിൽ മാത്രം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കേന്ദ്രത്തിന്, താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്രം ഇടപെടാൻ നോക്കിയിരിക്കുന്ന കേന്ദ്രത്തിന് അല്ലെങ്കിൽ ഗവർണർക്ക് വഴിമരുന്നിട്ട് കൊടുക്കുകയല്ലേ? അല്ല, കേന്ദ്രം ഇടപെട്ടാൽ രാഷ്ട്രീയമായിട്ട് ഇവർ രക്ഷപ്പെട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കേന്ദ്രം അങ്ങനെ ഇടപെടാൻ പാടില്ലാത്ത കേസ്. കാരണം കേന്ദ്രം ഇടപെടുമ്പോൾ അതിന് വേറെ രീതിയിലേക്ക് അത് പോകുമല്ലോ. രക്തസാക്ഷി അങ്ങനെ ഒരു പരിവേഷം സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവും എന്ന് ഞാൻ കണക്കാക്കുന്നുണ്ടാവും. അങ്ങനെ എന്തായാലും ആ രീതിയിൽ അത് പോകും എന്ന് നമ്മൾ കണക്കാക്കുന്നില്ല. പ്രശ്നം എന്താണ്? ഒരു രാജ്യത്ത് ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് നിലവിൽ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹമാണ്. ജനാധിപത്യ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതാണ്, റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയും. നിയമം എല്ലാവരും അനുസരിക്കണം. ഇപ്പോൾ നിയമം അനുസരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ചാലക്കുടി ഉണ്ടായത്. നിയമം അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ യാത്രാ നിയമം എന്നുണ്ടെങ്കിൽ. ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. യാത്രാ നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പാലിക്കണ്ടേ? നമ്മളുടെ ഇവിടെ രാഷ്ട്രീയ നേതാക്കൾ ആരും ഒന്നും പാലിക്കാറില്ല. രാഷ്ട്രീയ നേതാക്കൾ ഹെൽമെറ്റ് വെക്കില്ല. ഹെൽമെറ്റ് വെക്കാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. കാരണം കൂടുതൽ കർശനമായിട്ട് ആ നിയമം നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട് ബഹുഭൂരിപക്ഷ ആളുകളും ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. ഇപ്പോഴും ഹെൽമെറ്റ് വെക്കാനായിട്ട് വിമുഖത കാണിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ്. കാരണം എന്താണ്? അവരെ പരിചയമുള്ളതാണ് ഈ പോലീസുകാർ. ആ പോലീസുകാർ എന്ത് ചെയ്യും? പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ പാടില്ല. ഒറ്റയാളെയും വിടാനായിട്ട് പാടില്ല. നിയമമായിട്ട് നടപ്പിലാക്കപ്പെടണം. അങ്ങനെ നടപ്പിലാക്കപ്പെടാൻ വേണ്ടി നടത്തിയൊരു പ്രവൃത്തിയാണ് ചാലക്കുടിയിൽ യഥാർത്ഥത്തിൽ പോലീസ് ജീപ്പ് അടിച്ചു വിളിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നത്. അതെ, അത് അങ്ങനെ ഈ ഭരിക്കുന്ന പാർട്ടി തന്നെ ചെയ്താൽ ബാക്കിയുള്ളവർക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു തെമ്മാടി രാഷ്ട്രമായിട്ട് മാറട്ടെ എന്ന് വിചാരിച്ചാൽ മാത്രമാണ് അത് നടക്കുകയുള്ളൂ. നവകേരള യാത്രയുടെ കാര്യമാണ് അങ്ങ് സൂചിപ്പിച്ചത്. ശരിയാണ്, അത് വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ സംഘാടനം ഓരോ ജില്ലകളിലും കൃത്യമായിട്ട് നടക്കുകയും 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അത് ഗവൺമെൻറ്റിനെ നേട്ടമായിട്ട് മാറ്റാമായിരുന്നു. പക്ഷേ സംഭവിച്ചതെന്താണ്? കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം അത് എനിക്ക് തോന്നുന്നത് ഈ
അതിൽ പ്രതിഷേധിച്ച് കരിങ്കുടി കാണിച്ച ആളുകളുടെ തലയ്ക്ക് പൂച്ചട്ടി വെച്ചും അതുപോലെ ഹെൽമെറ്റ് വെച്ച് അടിച്ച് ആ സംഭവത്തോടു കൂടിയാണ് ഇത് വഴിതിരിയുന്നത്, ഇത് അക്രമത്തിലേക്ക് പോകുന്നത്. അത് അവിടെ വെച്ച് തിരുത്താമായിരുന്നു. അത് ശരിയായില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി. അതിന് പകരം മുഖ്യമന്ത്രി എന്താ ചെയ്തത്? അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞു. പിന്നെ എല്ലാ മന്ത്രിമാരും ഏറ്റെടുത്തു. അതെ, പിന്നെ അത് സ്വാഭാവികമായിട്ടും പാർട്ടിക്കാർ ഏറ്റെടുക്കുകയും എല്ലാ സ്ഥലത്തും അക്രമം നടക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു യുക്തി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ യുക്തി എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നിയത് ശരാശരിക്ക് താഴെയുള്ള ബുദ്ധിയുടെ യുക്തിയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ഗവൺമെൻറ് നമ്മുടെ മുന്നിൽ ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിന് ശരാശരി മുകളിലുള്ള ബുദ്ധിയും അതിൻ്റെ യുക്തിയും പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അതിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിരന്തരം പ്രതിസന്ധികളിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങളും അതിൻ്റെ ഫീഡ്ബാക്ക് ജനങ്ങളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ പിണറായി വിജയൻ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്ന് നമ്മൾ ധരിക്കുന്നത് വെറുതെ മൗഢ്യമാണ്. അല്ല, അതങ്ങനെ കണക്കാക്കേണ്ടി വരും ശരിക്കും. കാരണം ജനകീയ സർക്കാരിൻ്റെ സവിശേഷത എന്താണ്? ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കണം. ജനങ്ങളുടെ ഇച്ഛ, അതായത് രണ്ട് പ്രശ്നങ്ങൾ തന്നെ. നവകേരള സദസ്സിൽ 10,000 കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് കരുതുന്നതാണ് ജനങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട. പക്ഷേ ജനങ്ങൾ ഇത്തരം അക്രമങ്ങളെ ന്യായീകരിക്കാനല്ല അവിടെ ചെന്നിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വരുന്ന ക്രൗഡ് ഓർഗാനിക് അല്ല, മെക്കാനിക്കലാണ്. അങ്ങനെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ എന്താണ് പരാതിയുമായി വരുന്നവരായിട്ട് പ്രതീക്ഷകളോട് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലും വരുന്ന ആളുകൾ അതിനകത്തുണ്ട്. പക്ഷേ അവരെ കണ്ടുകൊണ്ട് ഇങ്ങനെ തീരുമാനമെടുത്തിട്ട് ഇതാണ് ശരി എന്ന് പറയുന്നത് ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അംഗീകരിച്ചാൽ മതി. അത് ജനവിരുദ്ധമാണല്ലോ. മൂന്നാമതും ഞാൻ അധികാരത്തിൽ വരും. അല്ല, ഇങ്ങനെ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഒരു കാലമായി നമ്മൾ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗവർണർ പറയുന്ന പോലെ ഒരു അനാർക്കിസം ഇപ്പോൾ കേരളത്തിലുണ്ട്. അത് അനാർക്കിസത്തെ വളർത്താനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പ്രക്രിയ ഉണ്ടായത്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ പറയും, ഇതൊക്കെ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സമൂഹത്തിനും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ വ്യക്തികൾക്കൊക്കെ തോന്നുന്ന തരത്തിലുള്ള അസഹിഷ്ണുതയുടെ പ്രതിഫലനമായിട്ട് ഇതൊക്കെ വരാം. ഈ അസഹിഷ്ണുത എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകും. പക്ഷേ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അസഹിഷ്ണുത പാടില്ല. കാരണം അവർക്ക് ജനങ്ങളോട് കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ സമാധാനവും അതേപോലെ തന്നെ അവർ സ്വസ്ഥമായിട്ടുള്ള ജീവിതവും സുരക്ഷിതത്വവും സർക്കാർ ഉറപ്പ് നൽകേണ്ടതാണ്. ആ സർക്കാരിൻ്റെ ഉറപ്പ് സാക്ഷാത്കരിക്കുന്ന ഒരു ജോലിയാണ് സർക്കാരിൻ്റെ പാർട്ടി. അതിന് പകരം ഇവിടെ അത് നിരന്തരമായിട്ടുള്ള അക്രമത്തിലേക്ക്. അതിന് നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കണോ? കാരണം പിണറായി വിജയനെ സംബന്ധിച്ച് അധികം ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ നിന്നിലൂടെ വളർന്നു വന്ന നേതാവാണ്. ജനങ്ങളുടെ വികാരം എന്താണെന്നും ഒരുപക്ഷെ അറിയാമായിരിക്കാം. പക്ഷേ അതിനെയൊന്നും കൂസാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും, അതിനുള്ള ബേസ് ഞങ്ങൾക്കുണ്ട് എന്ന് കരുതുന്നിടത്താണോ ഈ പ്രശ്നം? അല്ല, അങ്ങനെ കരുതുന്ന ആർക്കെങ്കിലും ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എപ്പോഴാണ് ചവറ്റുകൊട്ടയിലേക്ക് പോകുന്നത് എന്ന് മാത്രമാണ് പിന്നെ നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമുള്ളൂ. ജനങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകൾക്ക് എന്നും ഭരിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ്. ഞങ്ങളുടെ കൂടെയാണെന്ന് വന്നാലോ? അല്ല, അതെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഏത് ഗവൺമെൻറ് മോശമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്തല്ലേ പറയുന്നത്? അങ്ങനെയല്ലോ. അങ്ങനെ എല്ലാവരും പറഞ്ഞു. പൊളിറ്റിക്കൽ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ ഈവൻ മുസ്ലിം ലീഗ് കൂടെ ഇന്നല്ലെങ്കിൽ നാളെ കൂടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭരിക്കാൻ ഉള്ള ഭൂരിപക്ഷം കിട്ടും. അല്ല, ഞാൻ ചോദിക്കുന്നത് ആരെ പേടിക്കണം? ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചാൽ മാത്രം മതിയോ? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം, കേന്ദ്ര ഗവൺമെന്റ് സസ്പെൻഡ് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവർ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണോ നമ്മുടെ രാഷ്ട്രീയം പോകേണ്ടത്? അങ്ങനെ പാടില്ല എന്ന് നമ്മളെപ്പോഴുള്ള ആളുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചിന്തിക്കണം. അല്ല, അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ന്യൂനപക്ഷമല്ലേ? ആ ന്യൂനപക്ഷം ആയിക്കൊണ്ട് കേരളത്തിൽ ന്യൂനപക്ഷമാണ്, എന്തൊരു സ്പീഡ് എന്ന് പറയുന്ന ആളുകളുടെ കണ്ട് അത്ഭുതം കൂടുന്നു നിൽക്കുന്ന ആളുകളുടെ ആരാധന നടത്തുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അല്ല, ജനങ്ങൾ അങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ, നേതാവ് മാത്രം മതി എന്ന് തീരുമാനിക്കാൻ തുടങ്ങിയാൽ ആ ജനങ്ങൾക്ക് അവസാനം സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കില്ലേ? അതിലേക്കാണോ കേരളം? അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പോകും. ഇതിനെ എതിർക്കാനായിട്ട് സമൂഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ ആ വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേരാൻ. അല്ല, മലയാളിക്ക് എതിർക്കാനും പ്രതിരോധിക്കാനും കഴിയുന്നില്ല. ഞാനിപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രശ്നം നോക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ക്രിട്ടിക്കൽ ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലില്ല. ഇതിനെ എതിർക്കുകയും അതുപോലെ തന്നെ ഇതിനെതിരായിട്ടുള്ള ജനകീയ വികാരം പബ്ലിക് സ്പീയറൊക്കെ ഉയർന്നു വരണമെങ്കിൽ എന്ത് വേണം? പൊതുസമൂഹത്തിൽ അത്തരത്തിലുള്ള ബൗദ്ധികമായിട്ടുള്ള ഒരു മേഖല രൂപപ്പെടണം. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന സംവിധാനമാണ് ശരിക്കും തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിച്ചിരുന്നത്.
ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു അപ്പോൾ നമ്മൾ ഈ ക്രിട്ടിക്കൽ ഇൻ്റലക്ച്വൽ കാണാൻ പറ്റുന്നു. മോദി വന്നത് തന്നെ ഒരു പക്ഷേ അണ്ണാ ഹസാരെയൊക്കെ ഉയർത്തിയ ഒരു സമരത്തിലൂടെ ഉണ്ടായ ഒരു പൊതുജന അഭിപ്രായ രൂപീകരണത്തിലൂടെയാണ്. അണ്ണാ ഹസാരെയൊക്കെ ഉയർത്തിയ അണ്ണാ ഹസാരെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ കേരളത്തിൽ പോലും ഇതിനൊരു ബദലായി ഒരു ശബ്ദമോ ഒരു ശക്തിയോ ഉയർന്നു വരുന്നില്ല. അല്ല, അതിൻ്റെ പ്രശ്നം ഇതാണ്, ഞാൻ പറഞ്ഞില്ല, അതിനെ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രിട്ടിക്കൽ ഇൻ്റലക്ട് ഡെവലപ്പ് ചെയ്ത് വന്നാൽ മാത്രമാണ് അതുവരെ നമ്മൾ അത് പക്ഷേ വരും. നാരായണ ഗുരുവും ലെനിനും ഒക്കെ ഉണ്ടായതുപോലെ അയ്യങ്കാളി കാത്തിരിക്കണം. അതെ, നാരായണ ഗുരുവും ലെനിനും വേണ്ട. നമ്മുടെ സമൂഹം ഒന്ന് നല്ല ഉറച്ച രീതിയിൽ ചിന്തിച്ചാൽ പോരെ. നമ്മളുടെ ഇവിടുത്തെ എത്രമാത്രം മാധ്യമങ്ങൾ ഇത്രമാത്രം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന പ്രദേശം ചുരുക്കമായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. അല്ല, അഖില നന്ദകുമാറിന് ശേഷം അടുത്തൊരു മാധ്യമ പ്രവർത്തകയെ കൂടെ വധശ്രമ കേസിൽ പ്രതിയാക്കിയിരിക്കുക. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ കേരള പത്രപ്രവർത്തക യൂണിയനോ അങ്ങനെ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കോ ഒന്നും ഇങ്ങനെ മാധ്യമ പ്രവർത്തകരെ ദ്രോഹിക്കുന്ന കേസിൽപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കും എന്ന് പോലും തീരുമാനിക്കാൻ കഴിയുന്നില്ല. അല്ല, നമ്മൾ സാധാരണയിൽ ഞെട്ടിപ്പോകേണ്ട ഒരു കാര്യമാണ് അല്ലേ? കാരണം എന്താണ്, നവകേരള യാത്രയുടെ ബസ്സിന് നേരെ ഷൂസ് എറിഞ്ഞ് 3-4 പേര് അത് റിപ്പോർട്ട് ചെയ്യാൻ അല്ല അവർ കേസിൽ കൊടുക്കുക ശരിയാണ്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്ത് പത്രപ്രവർത്തക കേസിൽ കൊടുക്കുക എന്ന് പറയുന്ന വളരെ അപകടകരമായിട്ടുള്ള പ്രവണതയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഷ്യം പക്ഷേ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം, ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് ഈ മാധ്യമപ്രവർത്തകർ തന്നെ അവരെ കൊണ്ട് ഷൂസ് എറിപ്പിക്കുകയും അതിൻ്റെ പടമെടുക്കുകയും വാർത്താക്കുകയും മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു രീതികൾ ആ രീതിയിലേക്ക് എന്തും ആകാം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയാണത്. അതാണ് ഒരു രക്ഷയുമില്ല. ഇതാണ് കാലാവസ്ഥയെങ്കിൽ എങ്ങനെ ഉയർന്നു വരും സാർ ഒരു വിമോചകൻ, ഒരു ബൗദ്ധിക പ്രതിഭാസം? ഞാൻ പറയുന്നത് ഈ മനുഷ്യരുടെ ഇടയിൽ എപ്പോഴും വളരെ കൃത്യമായി നട്ടലോടുകൂടി സത്യസന്ധമായിട്ട് പെരുമാറാനും പ്രവർത്തിക്കാനും അഭിപ്രായം പ്രകടനം നടത്താനായിട്ടുള്ള മനുഷ്യരില്ല എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. അവർ കുറേയധികം ആളുകൾ കുറവാണ്, ശരിയാണ്. കാരണം ആളുകൾക്കൊക്കെ ഇപ്പോൾ കസേരകൾ വേണം എന്നുള്ളതാണ്, അവർക്ക് ആവശ്യം വേണ്ടത് അധികാരമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പതുക്കെ അധികാരത്തിൻ്റെ കൂടെ മുട്ടി നിന്നതിന് നമ്മളെ ഒരു വലിയ സിംഹാസനത്തിൽ കയറ്റിയിരുത്തുന്നുള്ള ഒരാളല്ല, സമൂഹത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത് അങ്ങനെ തിരിയേണ്ടി വരും. എങ്കിലും സമൂഹം ഇങ്ങനെ പോയി ഒരു സ്ഥലത്ത് നിന്ന് മുട്ടും അളമുട്ടൂലേ. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആരും നല്ലതല്ല എന്നുള്ളതാണ് അപകടകരമായി തീരുന്നത്. നമുക്ക് ഒന്നിനെ മറ്റൊന്ന് വേർതിരിച്ചെടുത്താനായിട്ട് പറ്റില്ല. കാരണം എല്ലാവർക്കും ആവശ്യം വേണ്ടത് അധികാരമാണ്. കാരണം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്ന ആളുകൾ, ചെറുപ്പക്കാർ, അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വലിയ സ്വപ്നമാണ്, വലിയ സ്വപ്ന കസേരയാണ്, അധികാരം, കരിയറായി മാറി. അതാണ് പ്രശ്നം. പഴയ കാലത്ത് എന്ന് പറഞ്ഞ ആളുകൾ ഈ ആദർശത്തിന് വേണ്ടി മരിച്ചു വീഴാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമുണ്ടായി. ഇന്ന് അവരെ കിട്ടില്ല. ഇന്ന് അവരല്ല ഉള്ളത്. അവർ മുഴുവനും നിങ്ങൾ ഒരു ബസ്സിന് കല്ലെറിയുന്നുണ്ടെങ്കിൽ അത് വാർത്തയാകാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കിട്ടുന്ന അടിയാണ് നാളത്തേക്കുള്ള. അതെ, അടി കിട്ടിയാൽ മാത്രമേ നേതാവുകൾ എന്ന് പറയുന്ന ഒരു തത്വചിന്തയാണ്. അത് ഫിക്സഡ് ഡിപ്പോ അവരെങ്ങനെ തന്നെ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു യുവജനങ്ങൾ അതിവൈകാരികമായി പ്രവർത്തിക്കുന്നവരാണ്. DYFI ഒക്കെ അങ്ങനെയാണ്. CPM എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചൂർഡായിട്ടുള്ള വിപ്ലവ പാർട്ടിയുടെ ആൾക്കാരാണ്. ഇപ്പോൾ DYFI പ്രവർത്തകൻ ഇപ്പോൾ ഓടുന്ന പോലീസ് ജീപ്പ് തല്ലി തകർക്കുന്നു, അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ CPMൻ്റെ ഏരിയ സെക്രട്ടറി നിതിൻ എന്ന് പറഞ്ഞ DYFI നേതാവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ചാലക്കുടിയിലെ CPM ഏരിയ സെക്രട്ടറി അശോകൻ വന്നിട്ട് പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഇയാളെ പിടിച്ച് വലിച്ച് നിലത്ത് കിടന്ന് അയാളുടെ മീതെ കിടന്ന് സംരക്ഷിക്കുന്നു, അയാളെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഒളിവിൽ പോകാൻ സഹായിക്കുന്നു. ഇത് യൂത്തും മുതിർന്ന സഖാക്കളും തമ്മിൽ ഒരു വ്യത്യാസമില്ലേ? അല്ല, ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം നമ്മൾ പറയുന്ന ഉത്തരമല്ല അവർ പറയുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുന്നതാണ് രാഷ്ട്രീയ നേതാവിൻ്റെ ജോലി എന്ന് കരുതുകയും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞവരെ അടികൊള്ളുകയും അടികൊടുക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്താൽ മാത്രമാണ് നേതാവായി വരികയുള്ളൂ എന്ന് ഉള്ള ചിന്തയുമൊക്കെ ഇവരെ ഭരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള നീതിന്യായ ബോധത്തിന് പ്രസക്തി. നമ്മുടെ പാർട്ടി ഭരിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന അതേ പോലീസിൻ്റെ വാഹനം ആ പോലീസുകാരിക്ക് ആക്രമിച്ച് തല്ലി തകർക്കുന്ന നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന തെറ്റാണെന്നല്ലേ ഒരു ഏരിയ സെക്രട്ടറി പറയേണ്ടത്? അല്ല, അതാണ് വേണ്ടത്. അത് പറയാൻ ഇവർക്ക് പറ്റാതെ പോകുന്നതാണ് രാഷ്ട്രീയത്തിൻ്റെ അപജയം, ജീർണത എന്ന് നമ്മൾ പറയുന്നത്. എന്ത് ഇവരുടെ ജോലി? ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത് ബോധ്യപ്പെടുത്തലല്ലേ. അതിന് പകരമാണ് ആ വകുപ്പിനെ തല്ലിപ്പൊളിക്കുന്നത്. പോലീസിന് എന്ത് ചെയ്യാം? പോലീസിനൊക്കെ ഒരു പരിധിയില്ല. കാരണം എന്ന് വെച്ചാൽ നാളെ എന്ത് ചെയ്യും? പോലീസിനെതിരായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും? ഗവൺമെൻറ് കേസെടുത്തളയും. അല്ല, നാളെ ഗവർണർക്ക് ചൂണ്ടിക്കാണിക്കുന്ന സ്പെസിമെനല്ലേ ഇത്? ഇതാണ് ഭരണകക്ഷിയിലെ DYFIക്കാർ പോലീസുകാരിരിക്കുക പോലീസ് വാഹനം തല്ലി തകർത്ത് അതിൻ്റെ മീതെ കയറിയിരിക്കുന്നു. അല്ല, നിയമവാഴ്ചയെ വെല്ലുവിളിക്കാനായിട്ട് ഇതിൽ കൂടുതൽ ഉദാഹരണങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്.
പോലീസിനെ അടികൊള്ളുന്നത് എപ്പോഴാണ് നമുക്ക് വിമോചനത്തിൻ്റെ പാതയായി തീരുന്നത്? നമ്മളൊരു പോരാട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ്. ഇതല്ലല്ലോ സംഭവം. ഇവിടെ നിയമലംഘനം നടത്തിയ ഒരാളെ പോലീസ് പെറ്റി അടിച്ച് ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആ ശിക്ഷ അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. പഴയ കാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളൊക്കെ ജയിലിൽ പോയിരുന്നത് എന്തിനായിരുന്നു? പോലീസിൻ്റെ അടികൊണ്ടിരുന്നത് എന്തിനായിരുന്നു? പോലീസിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തികൾക്കെതിരെ, അഴിമതിക്കെതിരെ, വലിയ തരത്തിലുള്ള സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. അത് മാറി ഇപ്പോൾ തെമ്മാടിത്തം കാണിക്കുന്നതിനെ ന്യായീകരണത്തിനുള്ള ഒരു സംവിധാനമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അല്ല, ഞാൻ വ്യസനിക്കുന്നത് സർക്കാരിനെ തന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വ്യസനിക്കുന്നത് കേരളത്തിലെ പോലീസുകാരെ ഓർത്താണ്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ ഗവർണർക്ക് കാവൽ നിന്ന പോലീസുകാരോട് SFIയുടെ നേതാവ് പറയുന്നു, നീയൊക്കെ പോയി ഗവർണറുടെ കക്കൂസ് കഴുകി കൊടുക്കും. കക്കൂസ് കഴുകുന്ന ആളുകൾ ഏറ്റവും അധമന്മാരാണ്, അധമ പ്രവർത്തിയാണെന്ന തരത്തിൽ സംസാരിക്കുന്നു. ചാലക്കുടിയിൽ വന്നിട്ട് പോലീസുകാരെ മർദ്ദിക്കുന്നു, അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു, അവരുടെ വാഹനം നശിപ്പിക്കുന്നു. ഇതൊക്കെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഒക്കെ ഈ പോലീസുകാർക്ക് ആഗ്രഹവും ഒക്കെയുണ്ട്. പക്ഷെ അവർ നിസ്സഹായരായി നിന്ന് ഈ അധിക്ഷേപം, ഈ ചീത്തവിളി, ഈ മർദ്ദനം, ഈ വധശ്രമം ഒക്കെ അനുഭവിക്കുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാലേ ഈ പോലീസ് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമാണെന്നുള്ള സങ്കല്പം. ഭരണകൂടത്തിന് മർദ്ദിക്കാനുള്ളതാണ് പോലീസ്. അല്ല, ഭരണകൂടത്തിൻ്റെ ഉപകരണമാണ് എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണകൂടത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമായി മാറണം എന്ന ചിന്തയാണ്. അത് മാറ്റി പറ്റൂ. പോലീസ് എന്ന് പറഞ്ഞതിനിടയിൽ സമൂഹത്തിന് നീതിന്യായ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള, ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചട്ടക്കൂടാണ് എന്ന ചിന്തയിലേക്ക് ചുരുങ്ങിയത് ഭരണകക്ഷിയെങ്കിലും എത്തിയില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യം അതെ, നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. പക്ഷേ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഈ അധമന്മാരായ അക്രമികളുടെ കയ്യിൽ നിന്നും കേരളത്തിലെ പാവപ്പെട്ട പോലീസുകാരുടെ ജീവിതവും ജീവനും കാത്തുരക്ഷിക്കാൻ ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.